നിർമ്മാതാവായ ഒരു സ്ത്രീ തനിക്ക് ചുറ്റുമുള്ള പുരുഷന്മാരിൽ നിന്നും താൻ സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പർദ്ദ ഇട്ടുകൊണ്ട് ഒരു പരിപാടിക്കെത്തി. അത് കേരളത്തിൽ വലിയ വാർത്തയായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ അവരെ പിന്തുണച്ചു. കാരണം അവരുടെ ചോയ്സ് ആയിട്ടൊരു വസ്ത്രം തിരഞ്ഞെടുത്തതാണ്. അതിൽ അവർ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ച ആശയം അത് ആളുകളെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആശയമാണ്. അപ്പോൾ ഈ വിഷയം നമ്മുടെ ബഹുമാനായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാട് പറയാൻ കഴിവുള്ള, അത്തരത്തിൽ പറയുന്ന എല്ലാ വിഷയങ്ങളും അഭിപ്രായമുള്ളൊരു ഒരു താത്വിക ആചാരനായിട്ടുള്ള നിരീശ്വരവാദികളുടെ വലിയൊരു നേതാവായിട്ടുള്ള നമ്മൾ രവിയണ്ണൻ അതിന് മറുപടി പറയാണ്, അല്ലെങ്കിൽ ആ വിഷയത്തെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം നമുക്കത് കേൾക്കാം. നിർമ്മാതാവായ സാന്ദ്ര തോമസ് പർദ്ദ ഇട്ട് വന്നതിന് ഉദ്ദേശം തെറ്റല്ലേ? ഇപ്പോൾ അവർക്കില്ലാത്ത ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലേ ലക്ഷ്യം? അതോടൊപ്പം പ്രമുഖ എഴുത്തുകാരി അത് എടുത്തു. ഓക്കെ, ഒരു വ്യക്തിപരമായ കാര്യമാണ്. അത് ഓരോരുത്തരുടെ ചോയ്സ്. അപ്പോ രവിയണ്ണ അനുകൂലിക്കുന്ന പക്ഷത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? ആയിരിക്കാം. രവി സാർ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നിലപാട് പറഞ്ഞ പിന്നെ മാറ്റൂല, അങ്ങനെ മുന്നോട്ട് പോകും. എന്താ പറയാ, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അതെ, പേഴ്സണൽ ഡിസിഷൻ. പിന്നെ ഇത് നല്ല ഒരു കാര്യമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്ന് ഞാൻ പറഞ്ഞു. സാർ എന്നെ സാർ ഇത് നല്ല കാര്യമല്ല. അതൊരു പക്ഷെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. ആൾക്ക് എന്താ വെച്ചാൽ ഇത് എവിടെ നിക്കാൻ വ്യക്തിപരമാണ്, പക്ഷെ നല്ലതല്ല. പക്ഷെ ചോയ്സ് പേഴ്സണലാണ്. പക്ഷെ നല്ലതാണോ നല്ലതല്ല. അതിപ്പോ ഏത് വേഷം, പുലി വേഷം കെട്ടി വരാനായിരിക്കും ചിലർ ആഗ്രഹിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ട് സാർ. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജിന് അതാണ് നല്ലതെന്ന് അവർക്ക് തോന്നുന്നു, അവരങ്ങനെ ചെയ്യുന്നു. അത് ഒരു എന്താ പറയുന്ന ഒരു സോഷ്യലി ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക അശ്ലീലമോ അങ്ങനെയൊന്നും അല്ലാത്തടത്തോളം. അശ്ലീലം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ? അതൊക്കെ മതകീയമായ റിഗ്രസീവ് കാഴ്ചപ്പാടുകളല്ലേ, പഴഞ്ചൻ കാഴ്ചപ്പാടുകളല്ലേ? ചിലപ്പം പഴയ ചിന്തകൾ വരുന്നതായിരിക്കും. അങ്ങനെ ശ്ലീലം എന്ന് പറഞ്ഞ സംഭവം ഇല്ലട്ടോ. എന്താണ് ശ്ലീലം? അല്ലാത്തടത്തോളം കാലം അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യം തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് വിശേഷിച്ച് പേഴ്സണൽ ഒപ്പീനിയൻ ഇല്ല. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ. എന്നാലും എന്റെ ഒപ്പീനിയൻ എന്താണ് പറയും. അത് നല്ലതാണോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ അത് ഒപ്പീനിയൻ ഇല്ല, പക്ഷെ അഭിപ്രായമേ ഉള്ളൂ. അതൊരു ഭയങ്കര നല്ലൊരു നിലപാടാണ്. ഒപ്പീനിയൻ ഇല്ല, അഭിപ്രായമേ ഉള്ളൂ. അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഇതാണത്. ആ ഒരു ഇതാണ്, അങ്ങനത്തെ ഇതാണ് ശരിക്കും സമൂഹത്തിന് വേണ്ടത്. അത് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതേ ആശയം വേറെ ഒരുപാട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഐ ഡു നോട്ട് സപ്പോർട്ട്. ഒരു നല്ലതായിട്ട് ഞാൻ കാണുന്നില്ല. ശരിക്കും ഒരു സ്ത്രീ വസ്ത്രമിട്ടതിൽ സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാതിരിക്കാനും ശരിക്കും മറ്റു മനുഷ്യർക്ക് അവകാശമുണ്ടോ? സപ്പോർട്ട് ഇപ്പോ ഒരു ഏത് വിഷയത്തിനും ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ വസ്ത്രമിട്ടതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കതിനെ ശരിയായി തോന്നുന്നില്ല എന്ന് എന്ത് റീസൺ എടുത്ത് പറഞ്ഞിട്ടാണെങ്കിലും ഒരാൾ വാർത്തയിൽ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിലേക്ക് വന്നിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്കാരാണ് അതിനുള്ള അധികാരം നൽകിയത്? നിങ്ങളാരാണ് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും? നിങ്ങളാരാണ് സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും? നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ, വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അത് അയാൾക്ക് ഇടാൻ ഒരു വസ്ത്രം ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ഇടാനുള്ള അവകാശമുണ്ട്. അയാളത് ഇട്ട് നടക്കുന്നതുകൊണ്ട് ഒരാളെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ പർദ്ദ ഇട്ടല്ല എന്ത് ചെയ്യാം, അഭിപ്രായം പറയാം, സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഒരു കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. അതായത് ചോയ്സ് ഉണ്ട്, ശരിയാണ്, ചോയ്സ് ഉണ്ട്. പക്ഷെ ചോയ്സിൽ എനിക്ക് അഭിപ്രായമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഒരു ലിബറൽ പാരഡൈമിൽ അത് പറ്റൂല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബിക്കിനി ഇട്ട, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പലപ്പോഴും പിന്നെ വസ്ത്രധാരണമൊക്കെ വലിയ ചർച്ചയാണല്ലോ ചാനൽ ചർച്ചയിലൊക്കെ. വസ്ത്രധാരണം മോശമായതുകൊണ്ടാണ് അങ്ങനെ സംഭവം. അപ്പം ആ വസ്ത്രധാരണം അവരുടെ ചോയ്സാണ്, ശരിയാണ്, ഒരാളുടെ ചോയ്സാണ്. ആ ചോയ്സിൽ പിന്നെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് ലിബറൽ തിട്ടൂരം. ആ തിട്ടൂരത്തെ മറന്നു ഇയാൾക്കത് ആ ഒരു ആശയമുണ്ട്, ചോയ്സ് ആണെന്നുള്ള ആശയമുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇയാൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ കേസിൽ ഇപ്പോൾ ഒരാൾ ഇത്തരത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പേഴ്സണലി അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്ത്രമിട്ട് പൊതുസഭയിൽ ഒരാൾ വന്നു വിചാരിച്ചോ, വളരെ ചെറിയ 2 തുണി കഷ്ണങ്ങൾ മാത്രമേ ഒരാൾ ശരീരത്തിലുള്ളൂ. അപ്പോൾ നമ്മളോട് ഒരാൾ അഭിപ്രായം ചോദിക്കണമെന്ന് പറയാം,
ഇന്ത്യൻ ഭരണഘടന പ്രകാരം അതിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് അത് ധരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അത് ധാർമ്മികമായിട്ട് തെറ്റാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തിരിച്ചു വന്ന ചോദ്യം എന്തായിരിക്കും, നിങ്ങൾ ധാർമ്മികമായി തെറ്റാന്ന് പറയാൻ. അതുപോലെ നമ്മൾ പറയുന്നത് നമ്മൾ അയാളെ അംഗീകരിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, അനുകൂലിക്കുന്നില്ല. നിങ്ങൾക്ക് ധാർമ്മികമായി തെറ്റാന്ന് പറയാനുള്ള അവകാശം എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നോ എതിർക്കുന്നുണ്ടെന്നോ പറയാൻ ആരാണെന്നാണ് സ്വാഭാവികമായിട്ട് ചോദിക്കുക. നമുക്ക് പക്ഷേ ഇത് പറയാനുള്ള ബേസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നത്, നമുക്കൊരു വ്യക്തമായ മതപരമായിട്ടുള്ള ധാർമ്മിക ബോധമുണ്ട്. എന്നാൽ എല്ലാവർക്കും അവരുടെ ചോയ്സ് എന്താണോ അത് ചൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതും അതാണ് അവരുടെ ശരി എന്നുള്ളതും പറയുന്ന ലിബറലുകൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുന്നത്? അഭിപ്രായമേ ഉള്ളൂ. ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിട്ട് വന്നത് ഉടനെ ഈ ചില മതസ്നേഹികൾ ഈ ഒരു വസ്ത്രം ആണ് സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്ന് എന്റെ മെസ്സേജ് ബേസിൽ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഒരാളെ മെസ്സേജ്. പക്ഷേ ഇതിൽ മനസ്സിലാക്കണം, മതസ്നേഹികളല്ല ഇത് പറഞ്ഞത്, ഇത് ഇവർ തന്നെയാണ് പറഞ്ഞത്. അതായത് തുറിച്ചു നോട്ടങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വസ്ത്രം ധരിച്ചതെന്ന് മതസ്നേഹികൾ പറഞ്ഞല്ല, ഇട്ടാളാണ് പറഞ്ഞത്. എന്ത്, ഇത്തരക്കാരായ ആളുകൾ, അത്തരത്തിലുള്ള തുറിച്ചു നോക്കുന്ന പുരുഷന്മാരുണ്ട്, ആ പുരുഷന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എൻ്റെ ശരീരം മറക്കുന്ന ഈ വസ്ത്രം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ മതസ്നേഹികളല്ല, അവരെന്നാണ് പറഞ്ഞത്. ഇവിടെ സ്ത്രീ നിർമ്മാതാക്കൾക്കെന്നല്ല, സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഈ ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അവരത് പറഞ്ഞപ്പോൾ കണ്ടോ, പിന്നെ പ്രൊട്ടക്ഷന് ഈ വസ്ത്രം നല്ലതാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ വസ്ത്രം ധരിക്കുന്നവരും അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരും പറയും. ഇത് മലയാളത്തിലെ മറ്റ് ആക്ട്രസ്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഇന്റർവ്യൂവിന് മുമ്പിൽ വന്ന് തുറന്ന് പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. ഞാൻ മോളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിന് മുമ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഞാൻ പർദ്ദ ധരിക്കാറുണ്ട്, ഈവൻ ഹിജാബ് പോലും ധരിക്കാറുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരു സ്ത്രീക്ക് അതിൽ കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, സ്ത്രീക്ക് അതിൽ സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് സുരക്ഷിതമായിട്ടൊരു വസ്ത്രമായിട്ട് അവതരിപ്പിക്കാൻ പാടില്ല. ബിക്കോസ് രവി സാറിന് അത് ഇഷ്ടമല്ല. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏജൻസി ഒന്നുമില്ല, സ്ത്രീകൾക്ക് ഏജൻസി ഒന്നുമില്ല. അത് രവി സാറിനോട് ലൈവിൽ പോയി ചോദിക്കാം, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയും, ഐ സപ്പോർട്ട് ദാറ്റ് എന്ന് പറയും. അപ്പൊ നമുക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും ബലാത്കാരങ്ങളും ഒക്കെ നടക്കുന്നത് കേവലം വസ്ത്രത്തിന്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്നത് ഒരു അതിഭയാനകമായ നിസ്സാരവൽക്കരണമാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. കേവലം വസ്ത്രം കൊണ്ട് മാത്രമാണ് പീഡനം നടക്കുന്നത് ആരും പറഞ്ഞിട്ടില്ല. സ്ട്രോമാൻ അടിക്കുകയാണ്. അതായത് ഇതില് ഒരു പീഡനം ഉണ്ടാകുമ്പോൾ അതിലേക്ക് നയിക്കുന്ന പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളിൽ ഒന്നായിട്ട് വസ്ത്രവും വരാം. വസ്ത്രം ആ രീതിയിൽ വർത്തിക്കുന്ന ഒരുപാട് മറ്റേ കേസുകൾ ഉണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ എൻ്റെ വസ്ത്രം ആ പ്രശ്നത്തിന് കാരണമായി എന്നൊരാൾക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം കൂടി അതിന് കാരണമായിട്ട് ഒരു ഉപയോഗിക്കുന്നുണ്ടെന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ വസ്ത്രത്തിൽ തിരുത്തലുകൾ വരുത്തുക. അങ്ങനെ തിരുത്തലുകൾ വരുത്തുന്ന അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്താണ്, അവർക്ക് ബോധ്യം വന്നു. അതായത് അവരുടെ വസ്ത്രം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആ ആളുകളെ ബ്ലെയിം ചെയ്യല്ല, നേരെ മറിച്ച് അവർക്ക് ബോധ്യം വന്നു ഞാൻ ചൂസ് ചെയ്ത വസ്ത്രം പോലും അവർ എന്നെ ഒരു പ്രശ്നത്തിൽ ചാടിക്കാൻ അല്ലെങ്കിൽ എന്നെ ചില തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ അതുകൂടി അവർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൂടി അതിൻ്റെ കാരണമായിട്ട് അവർക്കിടയിൽ വർത്തിക്കുന്നെന്ന് മനസ്സിലാകുന്ന സമയത്ത് അത് തിരുത്തുന്നത് അല്ലെങ്കിൽ അതിനൊരു കറക്ഷൻ അവർ കൊണ്ടുവരുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പോലും അത് മാത്രമാണ് റീസൺ എന്നല്ല, അതും കൂടി റീസൺ ആകുന്ന സാഹചര്യങ്ങളിൽ പോലും വസ്ത്രത്തെ സംബന്ധിച്ച് വസ്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും മിണ്ടാതിരിക്കണ്ട, എല്ലാവരും സൈലന്റ് ആവണ്ട. ഒരു പ്രശ്നത്തിനും ഒരു ഗുണത്തിനും ഒരു നിലക്കും വർത്തിക്കാത്തൊരു സാധനമാണ്. അതെങ്ങനെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല, ഒരു ദോഷം ഉണ്ടാവില്ല. എല്ലാവരും അത് വിശ്വസിക്കണം, എല്ലാവരും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഇന്ന വസ്ത്രമായാൽ ഗുണമുണ്ടെന്നും പറയാൻ പാടില്ല, ഇന്ന വസ്ത്രം ഉണ്ടായാൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാവാം എന്നും പറയാൻ പാടില്ല. അതൊരു ന്യൂട്രൽ സാധനമായിരിക്കണം. ഇത് ശരിക്കും ഒരു മിറാക്കിളാണ്. അങ്ങനത്തെ സാധനങ്ങൾ വേറെ ലോകത്തില്ലല്ലോ. ഇല്ലാത്തൊരു കാര്യമാണ് ഈ വസ്ത്രം എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് ഇവരൊക്കെ ഈ ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ പീഡനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇവരെങ്ങനെ മനസ്സിലാക്കുന്നത്? ഞാൻ നാളെ രാവിലെ 8:30 പോയിട്ട് പീഡിപ്പിക്കുന്നതാകുന്നു, അല്ലെങ്കിൽ 9:45 പോയിട്ട് വ്യഭിചരിക്കുന്നതാകുന്നു, അലാമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ല, ഓരോരുത്തരും അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമല്ലേ. അവിഹിതങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? നോട്ടങ്ങളിലൂടെ, സ്പർശനങ്ങളിലൂടെ, കോണ്ടാക്റ്റുകളിലൂടെ പതിയാണ് ഇതെത്തുക. ആ എത്തുന്ന സ്ഥലങ്ങളിൽ ഈ ആണിനെ സംബന്ധിച്ച് മെയിൽ ഗെയ്സ് എന്ന് പറയുന്നത് ഇത്തരം അവസ്ഥകളിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കവാടമാണ്. അതാണ് തുടക്കം. പലപ്പോഴും ഈ ഗെയ്സ് ആണ് തുടക്കം. ആ ഗെയ്സിനെ ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ഹിജാബ് ചെയ്യുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്നൊക്കെ അഭിപ്രായം ഉണ്ടാകും. പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് ഈ ഹിജാബ് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ മെയിൽ ഗെയ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം സ്ത്രീയുടെ പിന്നെ ശരീരത്തിലേക്ക് അനാവശ്യമായൊരു നോട്ടത്തെ വസ്ത്രം തടയുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ആ തടയൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർച്ചകളെയും തടയും. ഇതാണ് ഈ ഹിജാബ് വേണം എന്ന് വാദിക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ അത് നല്ലതാണ് എന്ന് വാദിക്കുന്ന ആളുകളുടെ ന്യായം അതാണ്. അത് മാത്രം വസ്ത്രം ധരിച്ചാൽ പിന്നെ പീഡനം നടക്കില്ല, വസ്ത്രം മാത്രമാണ് പീഡനത്തിന്റെ ഏക കാരണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് പിന്നെ ഒന്ന് കുറ്റവാളിയെ തീരുമാനിക്കുന്ന പ്രക്രിയ അല്ല അത്. യെസ്, അത് കുറ്റവാളി എന്ന് പറഞ്ഞപ്പോൾ ഒരു പുരുഷന്റെ മുമ്പിൽ എല്ലാ നിരക്കും ഇപ്പൊ ന്യൂഡായിട്ട് ഒരു സ്ത്രീ വന്നാൽ പോലും അവന് റേപ്പ് ചെയ്യാനുള്ള ഒരു അവകാശമോ അധികാരമോ ഇല്ല. അത് 100% ഉറപ്പാണ്. എന്നാൽ അവിടുത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ കാരണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ റേപ്പ് അവിടെ സംഭവിച്ചുവെങ്കിൽ അവിടുത്തെ കാരണം എന്ന് പറഞ്ഞാൽ പുരുഷൻ അതിൽ കുറ്റവാളി ആയിരിക്കുമ്പോൾ തന്നെ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അത് വിസ്മരിച്ചു വരുത്. അല്ലെങ്കിൽ നമ്മളെ എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് പറയുന്ന ആൾക്കും ഇത് അറിയാഞ്ഞിട്ടല്ല, എന്നാൽ കണ്ണടക്കലാണിതിൽ എന്താ പറയുക നിയമപരമായിട്ടുള്ള ബാധ്യത, അല്ലെങ്കിൽ ഏതൊക്കെയോ ഒരു ഹിഡൻ ലോസ് കൊണ്ട് ഞാനിത് ഇങ്ങനെ പറയാൻ പാടുള്ളൂ എന്നതുകൊണ്ട് നിർബന്ധമായും കണ്ണടച്ചുകൊണ്ട് ഒഴിവാക്കി വെക്കുന്ന റിയാലിറ്റിയാണ് എന്നുള്ളതാണ്. That is something that we cannot appreciate. അങ്ങനെയാണെങ്കിൽ ഈ മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികൾ, മുതിർന്ന കുട്ടികൾ ഒക്കെ തന്നെ വലിയ തോതിൽ വ്യാപകമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്നു. അത് അപ്പോൾ എന്താണ് ഇനി അവർ ഇത് ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? അപ്പോൾ ഇത് വേറൊരു പിന്നെ ന്യായവൈകല്യം ഇവിടേക്ക് കൊണ്ടുവരാണ്, ലോജിക്കൽ ഫാലസി കൊണ്ടുവരാണ്. ഇവിടെ മദ്രസയിൽ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മദ്രസ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി അത് അപ്പം തന്നെ പുറത്തിടും, ന്യൂസാകും. മറ്റു പല സ്ഥലങ്ങളിലും അത് ന്യൂസ് ആവാത്ത ഘട്ടമാണെന്നുണ്ടെങ്കിൽ മദ്രസകൾ പോലുള്ളിടത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ലാഞ്ചനെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യും, മഹല്ലുകാരും അതുപോലെ തന്നെ അവിടെയുള്ള രക്ഷിതാക്കളൊക്കെ അത് പുറത്താക്കും, അത് ന്യൂസാകും. അതുകൊണ്ട് തന്നെ അതിന് റിപ്പോർട്ട് കൂടുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ഈ ഫ്രാങ്കോന്റെ കേസിലൊക്കെ കണ്ടതുപോലെ അങ്ങനെ ഒരു മറച്ചുപിടിക്കലോ രക്ഷപ്പെടുത്തലുകളോ ഒരിക്കലും ഈ മുസ്ലിം സൊസൈറ്റിയിൽ പൊതുവെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് അത് ന്യൂസ് ആവാറുണ്ട്. പക്ഷെ ആയിക്കോട്ടെ, ഈ അങ്ങനെ പർദ്ദയിട്ട കുറച്ച് കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അവരോട് മോശം പെരുമാറ്റം ഉണ്ടായി, സോ വാട്ട്? നമ്മൾ പറഞ്ഞെന്താ, പർദ്ദയിട്ട ഒരാളും പീഡിപ്പിക്കപ്പെടില്ല എന്നാണോ? അല്ലല്ലോ. നമ്മൾ ഇതൊരു ഏക കാരണമായിട്ടല്ല പറഞ്ഞത്, അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കാരണമാണ് വസ്ത്രധാരണം ഇത്തരത്തിലുള്ള മെയിൽ ഗെയ്സിനെ തടയും, അത് അതിൻ്റെ പ്രോബബിലിറ്റി കുറക്കും. ഇത് ഏതുപോലെ ഇപ്പം നമുക്ക് ഹെൽമെറ്റ് ഇട്ടാൽ ആക്സിഡന്റ് അതിനെ തുടർന്ന് പിന്നെ പ്രശ്നങ്ങൾ, മരണങ്ങൾ കുറയും എന്ന് നമ്മൾ പറയാണ്. എന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാണ് ഹെൽമെറ്റ് ധരിച്ച ഇത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാവും. ഹെൽമെറ്റ് മാത്രമാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഹെൽമെറ്റ് ധരിച്ചാൽ കുറയും എന്ന് പറഞ്ഞാൽ ഓൺലി റീസൺ ആയിട്ട് വായിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നത് അപകടങ്ങളെ കുറക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ ഹെൽമെറ്റ് ധരിച്ചിട്ടും അപകടം പറ്റിയല്ലോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് പർദ്ദ ധരിച്ചിട്ടും പീഡിപ്പിച്ചല്ലോ എന്നുള്ളത്. അതൊരു വൺ ഓഫ് ദ റീസൺ ആണ്, ഓൺലി റീസൺ അല്ല. യെസ്, വസ്ത്രം അല്ല ഒരു വിഷയം ആയി വരുന്നത്. എന്തായാലും ഒരു വസ്ത്രമല്ലേ, അതായത് വേറെ എന്തെങ്കിലും ഒരു മെയിലൊന്നും അല്ലല്ലോ. അല്ല, അപ്പം ഈ പീഡനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതെന്ന് പറയുന്നത് വസ്ത്രം എന്ന ഒരു വലിയൊരു ഘടകമേ അല്ല. അങ്ങനെയാണെങ്കിൽ പണ്ട് ഈ കേരളത്തില് പോലും മറക്കാത്ത അതിനുള്ള അനുവാദം ഉണ്ടായി. അപ്പോ മാറുപോലും മറക്കാത്ത സാഹചര്യത്തിൽ സ്ത്രീകൾ വളരെ സുരക്ഷിതരായി മനോഹരമായിട്ട് മുന്നോട്ട് വരുന്നതാണോ? മറക്കാനുള്ള അവകാശം കൊടുക്കാതിരുന്ന ആരാണ്? പീഡിപ്പിക്കുന്ന ആളുകളാണ്, റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കാണാനും സ്പർശിക്കാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ പറയണേ, ഇത് എത്ര എന്ന് ഞാൻ കേട്ടത് വെച്ചാൽ ഏറ്റവും മനോഹരമായൊരു വാദമാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണമോ ശരീര പ്രദർശനമോ ഒരിക്കലും പീഡനത്തിനുള്ള കാരണമാവില്ല. ബിക്കോസ് പണ്ട് പോലും മറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പോലും മറച്ചിട്ടുണ്ടായിരുന്നില്ല. ഇയാളിത് പറയുമ്പോൾ ഇയാളെ മനസ്സിലെന്തായിക്കും, എന്താ ചിന്തിക്കുന്നതാ? ഒരു 1 minute സൈലൻസ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും അർഹിക്കുന്നുണ്ട്. എഴുന്നേറ്റ് അങ്ങനെ പരിപാടി ഇതാണ്, ബലാത്കാരം ആയിരുന്നു. അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്? വസ്ത്രം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ 24/7 ഇതായിരുന്നു, പീഡനങ്ങളും തുറച്ചു നോട്ടങ്ങളും അങ്ങനെയായിരുന്നു. അങ്ങനെയല്ല, മറ്റേത് അത് ഒരവസ്ഥയാണ്, അതൊരു ക്രൈമാണ്. അത് ആ ക്രൈമിന് വസ്ത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്, വസ്ത്രം പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നൊരു കാര്യം ഈ ഗെയ്സ് എന്നൊക്കെ പറയുന്നത് സാധനമാണ്. ഗെയ്സ് നോട്ടം അല്ലെങ്കിൽ സ്റ്റെയറിങ്, അത് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ
അത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ വസ്ത്രം ധരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അത്ര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വസ്ത്രം ധരിക്കാം. അപ്പോൾ ഇയാള് ആ ഒരു കാര്യം ഇയാൾക്ക് ആ ഒരു സംഭവം അറിയാം, ഗെയ്സ് എന്ന് പറയുന്നത് ഒഴിവാക്കണമെങ്കിൽ. അപ്പം ഇത് കേൾക്കുന്ന ഇവ നിരീശ്വരവാദികളായ സ്ത്രീകളടക്കം ഇത് കേട്ടോളാം. നിങ്ങളെ ഒരു പുരുഷൻ അനാവശ്യമായി നോക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു ചിന്തയോടുകൂടി നോക്കുന്നത് ഒഴിവാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, വസ്ത്രം ഒരു തരത്തിലും വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് കേൾക്കുന്ന സ്ത്രീകളോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. രവി പറയുന്നു, അതായത് നിരീശ്വരവാദികളുടെ നേതാവായ രവി പറയുന്നു, നിങ്ങൾക്ക് അനാവശ്യ നോട്ടം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വസ്ത്രം ധരിച്ചോളൂ. അപ്പം അതായത് മറ്റൊരു കാര്യം, അനാവശ്യ നോട്ടം ഈ വസ്ത്രം കൊണ്ട് ഒഴിവാക്കപ്പെടും. അനാവശ്യ നോട്ടം ഒഴിവാക്കുന്നപ്പോൾ ഗെയ്സിന്റെയും അതുപോലെ സ്റ്റാറിങ്ങിന്റെ ഒക്കെ പഠനം എടുത്ത് നോക്കിയാൽ ഒരുപാട് സ്ത്രീകൾ അത്തരത്തിലുള്ള നോട്ടം ഒഴിവാകുന്ന, അല്ലെങ്കിൽ ഒരു പരിധിയിലധികം സ്ത്രീകൾ അത്തരത്തിൽ നോട്ടം ഒഴിവാകുന്ന ആളുകളാണെന്നാണ് കാണിച്ചിരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? സ്ത്രീ പ്രകൃതത്തിലുള്ള ഗെയ്സ് ഒഴിവാക്കുക എന്ന് പറയുന്ന പ്രകൃതത്തിന് അനുഗുണമായ, അവരെ സഹായിക്കുന്ന, അവർക്കത് സുരക്ഷിതത്വം ഫീൽ കൊടുക്കുന്ന വസ്ത്രമാണ് പർദ്ദ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പർദ്ദ എന്നുള്ളതിലപ്പുറം ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ മാന്യമായി മറക്കുന്ന വസ്ത്രം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, രവി ഇത് ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലായി. അതായത് അനാവശ്യ നോട്ടം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് രവി അടക്കം പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, രവി പറയാത്തൊരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഈ അനാവശ്യ നോട്ടങ്ങളാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പം ആ ബാക്കി കാര്യങ്ങളുടെയും പ്രോബബിലിറ്റി നിങ്ങൾക്ക് കുറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതായത് പുരുഷനെ സംബന്ധിച്ച്, പുരുഷനല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ സെൻസറി ഇൻഫർമേഷൻ എടുക്കുന്നത് കണ്ണിലൂടെയാണ്. അവനെ സംബന്ധിച്ച് അവന് ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അതിനുള്ള ഡ്രൈവ് കൊടുക്കുന്നത്, അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നത് കണ്ണാണ്, കാഴ്ചയാണ്. പുരുഷനെ സംബന്ധിച്ച് എസ്പെഷ്യലി സെക്ഷൽ ഡ്രൈവ് ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതും ഫസ്റ്റ് സ്പർശനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കണ്ണാണ്. എല്ലാത്തിനും മുമ്പ് കണ്ണാണ്, കാഴ്ചയാണ്, അവൻ്റെ വിഷനാണ്, വിഷനോടുള്ള ആസ്വാദനമാണ്. അപ്പോൾ ഗെയ്സ് ഉണ്ടാവുന്ന ഇപ്പോൾ പറഞ്ഞു, ഗെയ്സും ഷെയറിങ്ങും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവുന്നുള്ളത് പറഞ്ഞു. അത് ഈ ഇതെന്തായാലും ഇപ്പോൾ പറയില്ല, ആ നോട്ടം ഇത് റേപ്പിലേക്കും അക്രമത്തിലേക്കും അഗ്രസീവ് ബിഹേവിയറിലേക്ക് എത്തിക്കും എന്നുള്ള ഇപ്പോൾ പറയില്ല. അത് സംഭവിക്കുന്നതിനെ പറ്റി ഇഷ്ടംപോലെ പഠനം കാണാൻ പറ്റും. ഈ പഠനം പോലും മുപ്പടുത്ത് അയച്ചെടുത്ത് വെരിഫൈ ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം അത്തരത്തിൽ ഉറപ്പായ എന്താ പറയുക, ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ് അത് ഇത്തരത്തിലുള്ള പ്രവർത്തനം എത്തിക്കുന്നുള്ളത്. അതിനർത്ഥം എന്താണ്? ഈ ഹോൾ സിസ്റ്റത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ പ്രകൃതത്തിന് ചേർന്നതും അവൾക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നതും സേഫ്റ്റി കൊടുക്കുന്നതുമായിട്ടുള്ള ഏറ്റവും ബെറ്റർ വസ്ത്രം എന്ന് പറഞ്ഞാൽ മാന്യമായ അവളുടെ ശരീരഭാഗങ്ങൾ മറക്കുന്ന വസ്ത്രമാണെന്നുള്ളതാണ്. ചില ആളുകൾക്ക് അത് ഇഷ്ടമാണ്, കാരണം ദേ തിങ്ക് ദാറ്റ് ദേ ആർ ബെറ്റർ ഓഫ്. അപ്പോൾ അവർ കുറച്ച് എക്സ്പോസ് ചെയ്യും. അത് അവരുടെ പേഴ്സണൽ കാര്യം. നിങ്ങൾക്ക് താല്പര്യമില്ല അങ്ങോട്ട് നോക്കണ്ട, താല്പര്യമുണ്ടെങ്കിൽ നോക്കുക, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ അനുവദിക്കും, ഇല്ലെങ്കിൽ കളയുക, അത്രേ ഉള്ളൂ. അതായത് തങ്ങളുടെ നഗ്നത കാണിക്കണം എന്ന ആഗ്രഹമുള്ളവർ അത് കാണിക്കും. അതിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയില്ല, പക്ഷെ മറ്റേലും ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലാതെ ഇപ്പോഴും ഈ ഇറാനിലൊക്കെ ഈ ഒരു ശിരോവസ്ത്രം മാറിക്കിടന്നു എന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ കിലോമീറ്ററുകളും ചേസ് ചെയ്തിട്ട് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുവന്ന നട്ടലിനൊക്കെ വെടിവെച്ച് ഇപ്പോഴും കിടക്കുന്നുണ്ട്. കിടക്കയിൽ കിടക്കുന്ന സ്ത്രീകളുണ്ട്. 100 കണക്കിന് സ്ത്രീകളാണ് ഈ ശിരോവസ്ത്ര സമരത്തിന്റെ പേരിൽ ഇറാനിൽ കൊല്ലപ്പെട്ടത്. 1000 സ്ത്രീകളാണ് ജയിലിലായത്. 100 കണക്കിന് 450 ആളുകളാണ് കൊല്ലപ്പെട്ടത്. അമ്മാതിരി സമരം ഈ വസ്ത്രധാരണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ലോകത്ത് നടക്കുമ്പോൾ ഈ വസ്ത്രമാണ് സ്ത്രീയുടെ സുരക്ഷ, അതാണ് അതിന് കവചം എന്നൊക്കെയുള്ള രീതിയിലുള്ള സന്ദേശം പുറത്തു വരുന്നത്. അത് നിർഭാഗ്യകരമായ കാര്യമാണ്. എത്ര പെട്ടെന്ന് ഇറാനിൽ പോയി വന്നതറിയാം. വളരെ പെട്ടെന്നുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഏതായാലും ഇതിൽ അതവിടെ ഒരു സ്റ്റേറ്റ് വയലൻസ് ആണ്. അതവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ അന്യായമായി പിന്നെ ആ രൂപത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറിറ്റിലേക്ക് പോകാമെന്നല്ലാതെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് റോഡ് ഉണ്ടോ ഇല്ലേ? അത് അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ഇറാനിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെ സാർ പോയി വന്ന് എത്ര പെട്ടെന്ന് പോയി വന്ന്? കാരണം എന്താ വെച്ചാല് ഇയാളിത് പറഞ്ഞ ഏകദേശം ഇയാൾക്ക് അറിയാം ഗെയ്സ് ഒരു വിഷയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽമെറ്റിന്റെ വിഷയം തന്നെ എടുക്കുക. അപ്പോൾ ഒരു നാട്ടിൽ ഹെൽമെറ്റ് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹെൽമെറ്റ് വെക്കണം എന്ന് വ്യക്തമായ ബോധ്യമുള്ള ഒരു ഫോഴ്സ്, ഒരു ഭരണാധികാരികൾ അവരെ രൂക്ഷമായിട്ട് ആക്രമിക്കുകയാണ്. ആ ഹെൽമെറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ ഒരാളെ വെടിവെച്ച് കൊല്ലാണ്. അപ്പോൾ അതിനർത്ഥം ഈ ഹെൽമെറ്റ് ധരിക്കണമെന്ന് മോറലി പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള ബൈക്ക് ഓടിക്കുന്ന സമയത്തുള്ള നിയമം എന്ന് പറയുന്ന ആളുകളൊക്കെ ഈ വെടിവെച്ച് കൊന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ അതാണോ ഇത് മറുപടിയായിട്ട് പറയേണ്ട ഒരു സാധനം? എങ്ങനെയാണ് സാർ ഈ വിഷയങ്ങൾ അങ്ങനെ മാറ്റി ഒരു കംഫർട്ട് സോണിലൂടെ പോകുന്നതാണ്? അതാണ് അതിന് കവചം എന്നൊക്കെയുള്ള രീതിയിലുള്ള സന്ദേശം പുറത്തു വരുന്നത്. അത് നിർഭാഗ്യകരമായ കാര്യമാണ്. അത് ഒരു മതപ്പണിയാണ്. ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം. നമ്മൾക്കൊരു ആശയം, നമ്മളുടെ ഒരു പ്രതിഷേധം മുന്നോട്ട് വെക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ
മതമില്ലാത്ത ഇങ്ങനെ ഒരു obsessive റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ള ഒരു രീതി സാറിന് തീരെ പിടിച്ചില്ല, അതെ, ഇഷ്ടപ്പെട്ടില്ല സാറിന്. ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സാന്ദ്ര തോമസ് കേൾക്കണ്ടോ? എന്ന് ചോദിച്ചാൽ എനിക്കതിനോട് യോജിപ്പില്ല. ബട്ട് ആഫ്റ്റർ ഓൾ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ആ, അത് മനസ്സിലാക്കണം. വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഒപ്പീനിയൻ എന്ന് പറയാനില്ല. നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ചോദിച്ചോണ്ട് പറഞ്ഞാണ്, ഒപ്പീനിയൻ ഒന്നും ഇല്ല, പക്ഷെ ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. പർദ്ദട്ടത് സാന്ദ്രയാണെങ്കിലും ചൊറിഞ്ഞത് സാർക്കാണ്. പല ആൾക്കാരും ഇഷ്ടപ്പെട്ടില്ല, പർദ്ദട്ട തീരെ ചൊറിയോ പറ്റില്ല. എന്നൊക്കെ ഉള്ള ഒരു സംശയം പല ആൾക്കാരും പറയും. പർദ്ദട്ട ചൊറിയോ എന്നുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ ചൊറിയും. ചൊറിയും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. പർദ്ദട്ട ചൊറിയും, വല്ലാത്ത ചൊറി ചില ആളുകൾക്ക് ഉണ്ടാവും. അത് വീഡിയോയിലൂടെ നമ്മളിങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്തരം ചൊറികൾ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക, മാന്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് വ്രണം വന്നാലും നിർത്തരുത് നിർത്തരുത് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. പക്ഷേ അത് ഇത്തരം വീഡിയോകൾ നമുക്ക് ഇനിയും നമ്മുടെ ചാനൽ ഉണ്ടാവും. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.